ഹായ് നമസ്കാരം. ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ എന്ന് തെളിയിക്കാൻ എന്തൊക്കെ രേഖകൾ ഞാൻ ആരുടെയൊക്കെ സമക്ഷം ഹാജരാക്കേണ്ടി വരും? ഇനി ഞാൻ സമർപ്പിക്കുന്ന ഏതെങ്കിലും രേഖ അത് സാധുതയുള്ളതാണെന്ന് ആരാണ് പറയേണ്ടത്? നമുക്ക് കാക്കത്തൊള്ളായിരം രേഖകളുണ്ട്. നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നമ്മുടെ പക്കല് ഒരു ഡസൻ രേഖകളെങ്കിലും വേണം. ജനന സർട്ടിഫിക്കറ്റ് വേണം, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം, ഇനി സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, ജാതി സർട്ടിഫിക്കറ്റ് വേണം, റേഷൻ കാർഡ് വേണം, പാസ്പോർട്ട് വേണം, പാൻ കാർഡ് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഇലക്ട്രിസിറ്റി, വാട്ടർ, പാസ്ബുക്ക്, ഇനി തൊഴിലാന പദ്ധതിയുടെ കാർഡ് വേണം. എത്ര ഐഡന്റിറ്റി കാർഡുകളാണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ പേറേണ്ടി വരുന്നത്? എന്നിട്ടും പൗരത്വം തെളിയിക്കാൻ അവൻ പലരുടെയും കാല് പിടിക്കേണ്ടി വരുന്നു. പാസ്പോർട്ട് കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇന്ത്യൻ പൗരനാകുന്നില്ല എന്നാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിദേശകാര്യ വകുപ്പ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. പാസ്പോർട്ടിന്റെ ആദ്യ പേജിൽ തന്നെ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയായിട്ടാണ് നമ്മൾ അതിനെ കരുതിയത്. അവ എഴുതി വെച്ചിട്ടുമുണ്ട്. നമ്മളൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഇന്ത്യക്കാരനാണോ ഏത് ദേശക്കാരനാണോ എന്ന് ഒരു ചോദ്യം വരുമ്പോൾ പാസ്പോർട്ട് കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ്. അഭിമാനത്തോടെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് അഭിമാനം വേണ്ട. എന്റെ സ്നേഹിതൻ, ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, കൽക്കട്ടയിൽ നിന്നിറങ്ങുന്ന ടെലിഗ്രാഫിന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യ സർക്കാർ പാസ്പോർട്ട് നിഷേധിച്ചു. പാസ്പോർട്ട് നിഷേധിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ആ പാസ്പോർട്ട് ഒന്നോ രണ്ടോ തവണ പുതുക്കി കൊടുത്താണ്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ അമിത്ഷാ കൊണ്ടുവന്ന SIR, അമിത്ഷാ എന്ന് പറയാൻ പറ്റില്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ, പുറകില് അമിത്ഷയാണ്, അദ്ദേഹം കൊണ്ടുവന്ന SIR പ്രകാരം രാജഗോപാൽ ദീർഘകാലം കൽക്കട്ടയില് ബോളിഗഞ്ചിലെ വോട്ടറായിരുന്നു. അദ്ദേഹത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനൊരു കാരണം ഉണ്ടായിരുന്നുള്ളൂ. 2002 രാജഗോപാലും അദ്ദേഹത്തിന്റെ പിതാവും എവിടെയായിരുന്നു വോട്ടർ എന്ന് ഈ പറയുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ BLOയ്ക്ക് ബോധ്യപ്പെട്ടില്ല. ഇതേ ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടിരുന്നു. കേരളത്തെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിദാനം ചെയ്യുന്ന എനിക്ക് ഞാൻ ഒരു വോട്ടറാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു. അന്ന് ഞാൻ അക്കാര്യം എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ അത് സംബന്ധിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നോക്കുക, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ അവസ്ഥ. ഒരു ഡസനോളം ഐഡന്റിറ്റി കാർഡുകൾ നമ്മൾ പേറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ഇന്ത്യക്കാരനാണോ എന്നുള്ളൊരു സംശയം നമ്മളെ തുറച്ചു നോക്കുന്നു. അതല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ ഒരു ചോദ്യചിഹ്നം നമുക്ക് മേൽ ആരൊക്കെയോ ഇടുന്നു. ഇനി ആരാണ് എനിക്കൊരു ഇന്ത്യൻ പൗരത്വം ചാർജ് തരേണ്ടത്? ഇനി ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം എടുത്താൽ മാത്രമേ ഇന്ത്യൻ പൗരനായിട്ട് അംഗീകരിക്കപ്പെടുകയുള്ളൂ. രാജഗോപാലിന് പാസ്പോർട്ട് വേണമെങ്കിൽ പുതുക്കി കിട്ടിയേക്കാം. എന്താ കാരണം? അത്രത്തോളം പ്രതികരണവും പ്രതിഷേധവും ഉയർന്നു വന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജഗോപാലിന്റെ കേസ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വിദേശകാര്യ വകുപ്പിന് കത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹമൊക്കെ ഇൻവെർട്ടർ കോമ സ്വാധീനമുണ്ട് എന്ന് പൊതുജനങ്ങൾ കരുതുന്ന ഒരു പട്ടികയിലുള്ള ആൾക്കാരാണ്. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ്? ഏതാനും സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കിയപ്പോൾ 6 കോടി ജനങ്ങളാണ് ആ പട്ടികയിൽ നിന്ന് പുറത്തുപോയി. ഇനി 6 കോടി ജനങ്ങൾ വരും ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രാജഗോപാലിനുണ്ടായ ദുരനുഭവം. ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. ചില സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് കർണാടക ഉൾപ്പെടെയുള്ള സർക്കാരുകൾ പറഞ്ഞു കഴിഞ്ഞു ക്ഷേമ പദ്ധതികളിൽ നിന്ന് അവരെ പുറത്താക്കും എന്ന് വെച്ചാൽ SIR പുറത്താക്കപ്പെട്ടവർക്കൊന്നും ഇനി ഇന്ത്യയിലെ ഒരു പരിരക്ഷയും ലഭിക്കാൻ പോകുന്നില്ല. അവർക്ക് അവരുടെ ഉറ്റവരെ കാണാൻ വിദേശത്തേക്ക് പോലും പോകാൻ കഴിയില്ല. സ്വന്തം മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകാൻ വേണ്ടിയായിരുന്നല്ലോ പാസ്പോർട്ട് പുതുക്കാൻ
രാജഗോപാല് കൽക്കട്ടയിലെ പാസ്പോർട്ട് ഓഫീസിനെ സമീപിച്ചത്. ഇതാണ് ഇന്ത്യക്കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് ദേശീയ പൗരത്വ രജിസ്റ്ററിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് കരുതപ്പെടുന്നു. ശരിയാണ്, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഇന്ത്യയിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ വേണം. അവർ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടാകാൻ പാടുള്ളൂ. ഇന്ത്യയിൽ ആർക്കൊക്കെ പൗരത്വം വേണം, ഇന്ത്യക്കാരൊക്കെയാണെന്ന് ഗോൾവാൾക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിചാരധാരയിൽ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ മറ്റ് പരിഭാഷയുമായിട്ടായിരിക്കും ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നത്. രാജഗോപാലിനുണ്ടായ ദുരനുഭവം എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ രാജ്യത്ത് അഭിമാനത്തോടെ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞ് നമ്മൾ അല്പം അഹങ്കരിച്ച് നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ ഭാവി, നമ്മുടെ മുമ്പിലുള്ള വഴിത്താര എന്താണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ് രാജഗോപാലിനുണ്ടായത്.